ഞായറാഴ്ച അങ്ങനെ ഇരുന്നപ്പോൾ ചിക്കൻ കഴിക്കാനൊരു കൊതി. അങ്ങനെ കുറേ സവാളയും വെട്ടിയരിഞ്ഞ് വാരിയിട്ട് വഴറ്റി ഊപ്പാടും വന്നു. പിന്നെ അതിലോട്ട് എന്താണ് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പിന്നെന്തിരി, പച്ചമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചതച്ചങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുത്തു. വഴറ്റി കയ്യിലെ കെണ്ട ഒടിഞ്ഞു. പിന്നെ അത് വരട്ടി പിന്നെ അതിൻ്റെയൊക്കെ പൊടികൾ വാരി ഇട്ട് കൊടുത്തു. എന്തിനെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും വാരിയിട്ട്, ഇതൊക്കെ കണക്കിന് വാരിയിട്ടില്ലെങ്കിൽ അടപ്പളാവും. അതുകൊണ്ട് 3-4 സ്പൂൺ വീതമേ ഇടാൻ പാടുള്ളൂ. അതിനുശേഷം പിന്നെ അതൊരു കറുത്ത പരുവാവണ വരെ വരട്ടി. കാരണം ഇവിടെ ഉള്ളവർക്ക് ചുമന്ന ചിക്കനെക്കാട്ടിലും കറുത്ത ചിക്കനോടാണ് വലിയ താല്പര്യം. അതായത് ചിക്കൻ കറി നല്ല വാറത്തരച്ച് വരണ്ടിരിക്കണം. അതെല്ലാം വരട്ടി മനുഷ്യരെ കയ്യിൽ കെണ്ട ഉടയണത് ആക്കെങ്കിൽ അറിയണോ അറിയണ്ട. നമ്മൾ വരട്ടി കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം ചിക്കനെല്ലാം കൂടെ വാരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതെല്ലാം കൂടെ മസാല പിടിക്കാൻ വേണ്ടി വീണ്ടും വരട്ടി കയ്യിൽ കെണ്ടയും പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. പിന്നെ അതും കൊണ്ട് നടന്ന് പിന്നെ അത് നാണക്കേടാവുമെന്ന് വെച്ച് പിന്നെ അതെല്ലാം കൂടെ അയച്ച് കളഞ്ഞിട്ട് ചിക്കൻ വാരി തിന്നാനും പറ്റിയില്ല, കയ്യും വയ്യാതെ. പിന്നെ അതിൽ ഉപ്പും വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് കൊടുത്തു. ഇപ്പോഴാണ് ഒരു ആച്ചായത്, കൈക്കൊരു മൂക്ക് കിട്ടിയത്. പിന്നെ അതിനെ അടച്ചങ്ങോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിളയ്ക്കണ നല്ല ചിക്കൻ കറിയും